അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഹയ്യിദ്ദീൻ മാല ഹിർസ വ്യാഖ്യാനം 24. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 40 വട്ടം ജനാബത്തുണ്ടായാരേ 40 വട്ടം ഓരൂരാ കുളിച്ചോവർ നലവേറും ഐഷാത്തോളുതോരുവാലേ 40 സുബ്ഹ് തോളുതോവർ ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ ഒരു ചൊൽമുതലായി 3 കാത്തോവർ എന്നാരെ ഖിളർ താം അവർ കിട്ടേ ചെന്നിട്ട് ഏകല്ലാരുളാലേ അവർ കൂടെ നിന്നോവർ. ശൈഖ് ജീലാനി തങ്ങൾ 40 വട്ടം ജനാബത്തുണ്ടായാരേ ഒരു രാത്രി 40 തവണ ശൈഖ് അവർക്ക് വലിയ ശുദ്ധി ഉണ്ടായി, കുളി നിർബന്ധമായി. 40 വട്ടം ഒരു രാ കുളിച്ചോവർ അതേ രാത്രിയിൽ തന്നെ 40 തവണയും മഹാൻ അവർ കുളിച്ച് ശുദ്ധിയായി എന്നാണ് ഈ വരിയിലെ പരാമർശനം. അതായത് ഒരു മഹാൻ അവരുടെ വ്യക്തിജീവിതത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളും ആദാബുകളും പരമാവധി പകർത്തി ജീവിക്കുക എന്നതാണ് അവരുടെ മഹത്വത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പൊ റസൂലുള്ളാഹിയുടെ സുന്നത്തുകൾ അത് ഒരിക്കലും വിട്ടുകളയില്ല എന്ന നിർബന്ധ ബുദ്ധിയാണ് അവരെ നയിക്കുക. അങ്ങനെയാണ് അവർ മഹാന്മാരാവുക. ഹാഫിള് അലാ സുനൻ വാതാ ബിന്നത്തത് മൗസൂറത്തൻ അൻ ഖൈരി മൻജാ മുർസല. ആത്മീയ വഴിയിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്കുള്ള നിർദ്ദേശമായി മഖ്ദൂം തങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. മുത്തനബിയിൽ നിന്ന് വന്ന സുന്നത്തുകളൊക്കെ സൂക്ഷ്മതയോടുകൂടെ നിർബന്ധമായും നടപ്പാക്കുമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടെ കൊണ്ടു നടക്കണമെന്ന്. അവിടെയാണ് ശൈഖ് ജീലാനി തങ്ങളുടെ പരീക്ഷണ കാലഘട്ടത്തിൽ മഹാനവറുകൾക്ക് സംഭവിച്ചൊരു സംഭവം ബഹജയിലും മറ്റും വിശദീകരിച്ച ഒരു കാര്യമാണിത്. ഒരു രാത്രിയിൽ മഹാനവർ ഉറങ്ങാൻ കടന്നു. അങ്ങനെ സ്വപ്നസ്ഖലനമുണ്ടായി. സ്വപ്നസ്ഖലനമുണ്ടായപ്പോൾ ഉടനെ തന്നെ എഴുന്നേറ്റ് കുളിക്കൽ നിർബന്ധമില്ല, സുബഹിയാവുമ്പോൾ കുളിക്കലേ നിർബന്ധമുള്ളൂ. പക്ഷെ സ്ഖലനമുണ്ടായി വലിയ ശുദ്ധിയോടുകൂടെ അങ്ങനെ കഴിഞ്ഞുകൂടുന്നത് നല്ലതല്ല. കാരണം റഹ്മത്തുള്ള മലക്കുകളുടെ സാന്നിധ്യം തടയപ്പെടും എന്ന് ഹദീസിലുണ്ട്. അതുകൊണ്ട് അശുദ്ധി ഉണ്ടായാൽ ഉടനെ തന്നെ കുളിക്കുക എന്നത് ഒരു പുണ്യമാണ്, ഒരു മഹത്വമാണ്. ആ മഹത്വം നടപ്പാക്കാൻ വേണ്ടി ശൈഖ് അവർകൾ നല്ല തണുപ്പുള്ള രാത്രിയിൽ ഉടനെ പോയി കുളിച്ചു വന്നതിന് ശേഷം വീണ്ടും കടന്നു, വീണ്ടും സ്ഖലനമുണ്ടായി. ഇങ്ങനെ 40 തവണ ആവർത്തിച്ചു. എന്നാൽ ഇത്രയൊക്കെ തണുപ്പുള്ള പ്രതികൂല സാഹചര്യങ്ങളിലും മുത്തുനബിന്റെ സുന്നത്ത് അഥവാ അശുദ്ധിക്കാരനായി കുറച്ച് സമയം മുന്നോട്ടു പോകുന്നത് മര്യാദ കുറവാണ് എന്ന ആ ഒരു കാര്യത്തിന്റെ ഗൌരവം ജീവിതത്തിൽ പകർത്തി മഹാനവർകൾ ത്യാഗം സഹിച്ചു എന്നാണ് ഈ വരിയുടെ ചുരുക്കം. എന്നാൽ ഈ അർത്ഥത്തിൽ ഇതിന്റെ ഗുണപാഠം മനസ്സിലാക്കുന്നതിന് പകരം ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങളെ അങ്ങേയറ്റത്തെ കാമത്തിന്റെ ആളും വൈകാരജീവിയുമൊക്കെ ആക്കി വികൃതമാക്കാനാണ് നമ്മുടെ നാട്ടിലെ മാലവിരോധികൾ ചിലപ്പോഴൊക്കെ ശ്രമിക്കാറുള്ളത്. അത്തരക്കാരോട് ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അവർ പറയാ ശൈഖ് ജീലാനി തങ്ങൾക്ക് ഇനി അങ്ങനെ അത്ര വട്ടം ജനാബത്തൻ ഉണ്ടായാൽ തന്നെ അത് നിങ്ങൾ നാട്ടുകാരോട് പറയണമെന്നാണ്. നാട്ടുകാരോട് പറയുന്നത് മഹാനവറുകളുടെ ജനാബത്തിന്റെ എണ്ണല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ശുദ്ധി ഉണ്ടായാൽ ഉടനെ തന്നെ കുളിച്ച് ശുദ്ധിയാവുക, ചെറിയ ശുദ്ധി ഉണ്ടായാൽ ഉടനെ ഒന്നുടുക്കൽ നിർബന്ധമല്ലെങ്കിലും ഒന്നുടുത്ത് വുളുവോടുകൂടെ നടക്കുക. അവ പൂർണ്ണമായ ശുദ്ധിയോടുകൂടെ നടക്കുക എന്നതൊരു മുഅ്മിനായ മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. ആ സ്വഭാവം ശൈഖ് ജീലാനി തങ്ങൾ മുറുകെ പിടിച്ചിരുന്നു എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ പിന്നെ അതിന് വിരുദ്ധമായി വരുന്ന ഈ ഒരു സംഗതിയിൽ അഥവാ ജനാബത്തുണ്ടായപ്പോൾ ആ ജനാബത്തുകാരനായി കിടന്നുറങ്ങിയില്ല എന്നത് മഹാനവറുകളുടെ മഹത്വമാണ്. ആ മഹത്വം നമ്മൾ പറഞ്ഞാൽ അത് ശൈഖ് ജീലാനിയെ ഇകഴ്ത്തലാണെങ്കിൽ ഇതിനേക്കാളും വലിയൊരു സംഗതി ഞാൻ ഇമാം ബുഖാരിയുടെ സഹീഹിൽ നിന്നും ഉദ്ധരിക്കാം. ഇമാം ബുഖാരിയുടെ സഹീഹിലെ 2819 നമ്പർ ഹദീസിൽ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, ഞാൻ ഇന്നത്തെ രാത്രി എന്റെ 100 ഭാര്യമാർ അല്ലെങ്കിൽ 99 ഭാര്യമാരുമായി ബന്ധപ്പെടും, ശാരീരിക ബന്ധത്തിലേർപ്പെടും. അതിലെല്ലാം എനിക്ക് കുതിരപ്പടയാളികളായ മക്കളുണ്ടാകുമെന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു. എന്നിട്ട് അപ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാം അങ്ങനെ പറഞ്ഞു, ബന്ധപ്പെട്ടു.
പക്ഷെ ഒരു ഭാര്യ മാത്രമേ ഗർഭിണിയായുള്ളൂ. അതിൽ തന്നെ ഉണ്ടായ കുട്ടി ഡാമേജ് ഉള്ള കുട്ടിയാണ് ആയത്. ബാക്കി ആരും ഗർഭിണികളായില്ല. അപ്പൊ 100 വട്ടം ഒരു രാത്രി തന്നെ വലിയ ശുദ്ധി ഉണ്ടാകുന്ന, അതും ശാരീരിക ബന്ധത്തിൽ തന്നെ ഏർപ്പെടുന്ന കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തോന്നാത്ത ഒരു വഷളത്തരമൊന്നും പിന്നെ മാല പാടുമ്പോൾ ശൈഖ് ജീലാനി തങ്ങൾക്കോ അതിൽ നിന്ന് വിശ്വാസികൾക്കുള്ള ഗുണപാഠം ഉൾക്കൊള്ളുന്ന വിശ്വാസികൾക്കോ കാണേണ്ടതില്ല എന്നേ അത് സംബന്ധമായി സൂചിപ്പിക്കാനുള്ളൂ. പിന്നെ എന്ത് പറയുമ്പോഴും അതിലുള്ള നെഗറ്റീവുകൾ മാത്രം ചികഞ്ഞു നടക്കുന്ന ആളുകൾ, ക്ഷീരമുള്ളവർ അകിടും ചുവട്ടിലും ചോര തന്നെ കൊതുകുനു കൗതുകം എന്ന് പറഞ്ഞതുപോലത്തെ മൈൻഡുള്ള ആളുകൾ, അവരോട് നമുക്ക് നല്ല നമസ്കാരം പറയാനേ സാധിക്കൂ എന്നാണ് ഞാൻ ഉണർത്തുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുലൈമാൻ നബി അലൈഹി സ്വലാം ഒരു രാത്രി തന്നെ 100 ഭാര്യമാരുമായി ബന്ധപ്പെട്ടു എന്ന കഥ, ആ ബന്ധത്തിന്റെ എണ്ണം പറയാനല്ല റസൂലുള്ള പറഞ്ഞത്. മറിച്ച് ലഅതൂഫന്നല്ലൈല, ഈ രാത്രിയിൽ ഞാൻ എന്റെ 100 ഭാര്യമാരുമായി ബന്ധപ്പെടും എന്ന് പറഞ്ഞപ്പോ ഒരു ഇൻഷാ അല്ലാഹ് പറയാൻ മറന്നുപോയി സുലൈമാൻ നബി അലൈഹി സ്വലാം. ആ ഇൻഷാ അല്ലാഹ് പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ആ വാക്ക് അങ്ങനെ പുലരുമായിരുന്നു. അപ്പൊ ആ ഇൻഷാ അല്ലാഹ് പറയാത്തതിന്റെ ഒരു റിയാക്ഷൻ, അത് ഗുണപാഠമായി പഠിപ്പിക്കാനാണ് റസൂലുള്ളാഹി അത് പറഞ്ഞത്. എന്ന പോലെ മാലയിൽ ഖാളി മുഹമ്മദ് എന്നവർ പറഞ്ഞത് ശൈഖ് ജീലാനി തങ്ങൾ റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ അഥവാ വലിയ ശുദ്ധിക്കാരായി നടക്കുക എന്നത് മഹാനവറുകൾക്കില്ല എന്ന കാര്യം പഠിപ്പിക്കാനാണ്. എങ്കിൽ അത് പറയേണ്ടത് തന്നെയാണ്. ഈ അർത്ഥത്തിൽ കാര്യങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യാനുള്ള സന്മനസ്സാണ് വാസ്തവത്തിൽ നമുക്കുണ്ടാവേണ്ടത്. എങ്കിൽ മുഹീദ്ദീൻ മാലയിലെ വല്ലാതെ വിമർശിക്കപ്പെടുന്ന ഈ വരി വളരെ സ്വദേശപരമാണ് എന്ന് മനസ്സിലാക്കാം. നലവേറും ഇശ തൊഴുതൊരു ഉളുവാലെ 40 ഈറ്റാണ്ട് സുബഹി തൊഴുതോവർ. ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങൾ 40 വർഷം ഇശാ നിസ്കരിച്ച അതേ ഉളുവോടെ സുബഹി നിസ്കരിച്ചിരുന്നു. 40 വർഷക്കാലം തുടർച്ചയായി ശൈഖ് അവർകൾ രാത്രിയിൽ ഇശാ മുതൽ സുബഹി വരെ ആരാധനയിൽ മുഴുകി ഉളു മുറിയാത്ത വിധത്തിൽ തന്നെ സുബഹി വരെയുള്ള സമയം കഴിച്ചുകൂട്ടി. അവല് സമയത്ത് തന്നെ ഇശാ നിസ്കരിച്ച് സുബഹി വരെ അതേ ഒന്നുകൊണ്ട്, അഥവാ ഒന്നു മുറിയുന്ന ഉറക്കത്തിലേക്കോ മറ്റോ ഒന്നും നീങ്ങിപ്പോകാത്തൊരവസ്ഥയിൽ ശൈഖ് ജീലാനി തങ്ങൾ 40 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. ആത്മീയ വഴിയിലുള്ള തന്റെ സഞ്ചാരം നല്ല കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഇബാദത്തെടുത്തു എന്നാണ് പറയുന്നത്. ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ, ഒരു ചൊൽമുതലായി 3 ആണ്ട് കാത്തോവർ. ശൈഖ് അവർകൾ ഒറ്റക്കാലിൽ നിന്ന് ഒരു ഖത്തം ഓതി തീർത്തു. തന്റെ ശൈഖിനോട് ചെയ്ത കരാർ പാലിച്ചുകൊണ്ട് 3 വർഷം ഒരു സ്ഥലത്ത് ശൈഖിനെയും കാത്തിരുന്നു. ഒരു ചൊൽ മുതലായിച്ചാൽ ഒരൊറ്റ വാക്ക് കാരണത്താൽ 3 ആണ്ടുകൾ അഥവാ 3 കൊല്ലം കാത്തിരുന്നു. ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങളുടെ ഇബാദത്തിന്റെ വിഷയത്തിലുള്ള ഒരു കഷ്ടപ്പാടാണ് ഇവിടെ പറയുന്നത്. ഒരു കാലിൽ നിന്നുകൊണ്ട് ഖത്തം ഓതുക എന്ന് പറഞ്ഞാൽ അതൊരു സർക്കസ് കളിക്കൽ ആയിട്ടൊന്നും ചിത്രീകരിച്ച് വെറുതെ വഷളാവണ്ട, അങ്ങനെയൊന്നുമല്ല പറഞ്ഞതിന്റെ അർത്ഥം. മഹാനവർകൾ വളരെ കഠിനാധ്വാനം ചെയ്ത് ഖുർആൻ പാരായണം ചെയ്ത് ഒറ്റ രാത്രിയിൽ തന്നെ ഖത്തമ് തീർക്കാൻ വേണ്ടി അതിന്റെ ഇടക്ക് ഉറക്കും മറ്റും തന്നെ ശല്യം ചെയ്യാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രത്യേക സ്വഭാവം സ്വീകരിച്ചു എന്ന് മാത്രമാണ് ഇവിടെ മഹാനവറുകളുടെ ഈ മാലയിൽ പറയുന്നത്. ഭൗതിക സുഖങ്ങളൊക്കെ വെടിഞ്ഞ് ഒറ്റപ്പെട്ട ഇറാഖിലെ മരുഭൂമിയിലും വിജനസ്ഥലങ്ങളിലും സഞ്ചരിച്ച് മഹാനവറുകൾ 25 വർഷം കഴിച്ചുകൂടിയിട്ടുണ്ട്. ഒരേ സഞ്ചാരം. ആ സഞ്ചാരത്തിന്റെ ഘട്ടത്തിലുള്ള ഒരു സംഭവമാണ് ബഹുമാനപ്പെട്ടവർ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് ബഹിജത്തുൽ അസ്റാർ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ബുദ്ധിമുട്ടിയൊക്കെ ഇബാദത്തെടുക്കേണ്ടതുണ്ടോന്നാണ് ചോദ്യമെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ. ബിഖദരിൽ കദ്ദി തൊഴുത്താമാത്ത റൂമു, അധ്വാനത്തിന്റെ തോതനുസരിച്ചാണല്ലോ സാക്ഷാത്കാരം ഉണ്ടാവുക. അപ്പൊ മഹാനവറുകൾക്ക് അല്ലാഹു തആല ആ അധ്വാനത്തിനുള്ള തൗഫീഖ് നൽകിയെന്നത് വലിയൊരു സുബോധർക്കമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ തന്നെ കാലിൽ നീര് വന്ന് മൂടുന്നതുവരെ അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിച്ചതായി ഹദീസിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടല്ലോ. പിന്നെ ഒരു രാത്രിയിൽ ഒരു രാത്രി കൊണ്ട് എങ്ങനെ ഖത്മു ഓതി തീർക്കാൻ സാധിക്കുമെന്ന് വെച്ചാൽ അള്ളാഹു തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് സമയം ചുരുക്കി കൊടുക്കുക എന്നൊരു സംഗതിയുണ്ട്. അതവരുടെ കറാമത്തായിട്ട് സംഭവിക്കുന്നതാണ്. ദാവൂദ് നബി അലൈഹിസ്സലാം തന്റെ ഒട്ടകത്തിന്റെ ജീനി കെട്ടാൻ നിർദ്ദേശം കൊടുത്ത് അത് കെട്ടിക്കഴിയുമ്പോഴേക്ക് സബൂർ പൂർണ്ണമായി ഓതിത്തീരുമായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. അത് സമയത്തിന്റെ കുറവ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് കൊടുക്കുന്ന വലിയൊരു അംഗീകാരമാണ്. ആ അംഗീകാരം കിട്ടിയാൽ ദൂരം പ്രശ്നമില്ല. നേരത്തെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ,
ദൂരം പ്രശ്നമല്ലാതെ സമയം പ്രശ്നമല്ലാതെ വിഷയങ്ങളിലൊക്കെ റിസൾട്ട് ഉണ്ടാക്കാനുള്ള ഒരു മഹാ അവസരം അവർക്ക് ലഭിക്കുമെന്ന് മാത്രമേ അവിടെ കാണേണ്ടതുള്ളൂ. എന്നാരേ ഖിളിർ താം അവർക്കിട്ടേ ചെന്നിട്ട് ഏകല്ലരുളാലേ അവർ കൂടെ നിന്നോവർ. ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങൾ കഴിഞ്ഞ വരിയിൽ പറഞ്ഞതുപോലെ, അതായത് 3 വർഷം ഇരിയന്നരേകൾക്ക് ഒരു ചൊൽ മുതലായി മൂവാണ്ട് പാർത്തോവർ എന്ന് പറഞ്ഞില്ലേ, അതായത് മഹാനായ ഖിളിർ നബി അലൈഹി ഇസ്ലാം ശൈഖ് ജീലാനി തങ്ങളെ കണ്ടു. ആ ശൈഖ് ജീലാനി തങ്ങളോട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്ക്, ഞാൻ വരാമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ പോയി. 1 വർഷം തികഞ്ഞിട്ടാണ് പിന്നെ വന്നത്. ഗുരു പറഞ്ഞതനുസരിച്ച് ശൈഖ് ജീലാനി തങ്ങൾ അവിടെ തന്നെ കാത്തിരുന്നു 1 വർഷം. വീണ്ടും അല്പം സംസാരിച്ച് തിരിച്ചുപോയി ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു. 2ാമത്തെ കൊല്ലവും പൂർത്തിയായി. 3ാം വർഷവും ഇതേപോലെ ആവർത്തിച്ചു. അങ്ങനെ 3ാമത്തെ വർഷം ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങളുടെ അടുത്തേക്ക് ഖിളിർ നബി അലൈഹി സ്വലാം തന്റെ ഈ പരീക്ഷണം വിജയിപ്പിച്ച് തിരിച്ചു വരുമ്പോൾ പാലും റൊട്ടിയും കൊണ്ടുവന്ന് അതൊന്നിച്ച് കഴിക്കുകയും ഇനി എഴുന്നേറ്റ് ബഗ്ദാദിൽ പ്രവേശിക്കുക എന്ന് ശൈഖ് ജീലാനി തങ്ങളോട് നിർദ്ദേശിക്കുകയും ചെയ്തു എന്ന് ബഹജത്തുൽ അസ്റാറിന്റെ 60ാമത്തെ പേജിൽ വിശദീകരിക്കുന്നത് കാണാം. അപ്പൊ മഹാനായ ശൈഖ് ജീലാനി തങ്ങൾക്ക് ഖിളിർ നബി അലൈഹിസ്സലാമിന്റെ സഹവാസം ലഭിക്കുകയും അവിടുത്തെ ഗുരുവായി സ്വീകരിക്കാനുള്ള അവസരമുണ്ടാവുകയും ചെയ്തു. ആ ഗുരുവിന്റെ കൽപ്പനകൾ സർവാത്മനാ സ്വീകരിച്ച് വിജയം വരിക്കുന്ന അച്ചടക്കമുള്ള ശിഷ്യനായി മാറാൻ ശൈഖ് ജീലാനി തങ്ങൾക്ക് സാധിച്ചുവെന്നാണ് 1 ചൊൽ മുതലായി മൂവാണ്ട് കാത്തോവർ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. അതിന്റെ തുടർച്ച തന്നെയാണ് എന്നാരേ ഖിളിർ താം അവർക്കിട്ട ചെന്നിട്ട് ഏകല്ലരുളാല അവർ കൂടെ നിന്നോവർ. ബഹുമാനപ്പെട്ടവർ 3 വർഷം കഴിഞ്ഞതിന് ശേഷം ശൈഖ് അവറുകളുടെ കൂടെ സഹവസിക്കാൻ ഖിളിർ നബി അലൈഹി സ്വലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകി. അങ്ങനെ ഖിളിർ നബി അലൈഹി സ്വലാം ശൈഖ് ജീലാനി തങ്ങളുടെ കൂടെ സഹവസിക്കാനും അതേപോലെ തന്നെ ആഹാരം കഴിക്കാനും യാത്ര ചെയ്യാനും ബഗ്ദാദിലേക്ക് ഒന്നിച്ച് പ്രവേശിക്കാനുമൊക്കെ ശൈഖ് അവറുകൾക്ക് സാധിച്ചു എന്ന വലിയൊരു ഗുരുവിനെ സ്വന്തമാക്കാൻ സാധിച്ച സൗഭാഗ്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.